കുട്ടികൾ കുളന്തകൾ സ്കൂളിൽ പോയാ പിന്നെ ഞാൻ തനിച്ചാവും. അപ്പോ ആ തനിച്ച് ലോൺലിനെസ് ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. வருஷத்துக்கு முன்னாடி ஆரம்பிக்கும் போது இருக்கிற ஒரு மணி வேல்யூ இல்ல இப்போ அது ரொம்பவே ஜாஸ்தியா இருக்கு. சோ அது சொல்லும் போது அதோட வேல்யூ ரொம்பவே இம்பார்ட்டண்டா இருக்கும். சோ அதனால தான் கேட்டேன். ഡെയിലി എനിക്കൊരു 10,000 rupees. ഡെയിലി 10,000 ഇതൊന്ന് പണ്ടർക്ക് ഒരു 1 hour ടൈം എടുക്കും. உங்களோட பேர் என்ன? இதுக்கு என்ன பேரு? ലോല. லோலாக்கு. ஓ நம்ம காதுல கம்மல். லோலாக்கு மாதிரி. ഇത് ദേവലോകം എന്നാണ് ഇതിന് ഫുള്ള പറയാ. ഇത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ 3 പേരും ഇതിലുണ്ട്. ലക്ഷ്മി പാർവതി സരസ്വതി ഇങ്ങനെ 8 വരും. ഇത് ചെറുതായ കാരണം അല്ലെങ്കിൽ 2 സൈഡിലും 9 വരും. അത് 8 അഷ്ടവസുക്കൾ. தமிழ் வியூவர்ஸ்க்கு வணக்கம். நமக்கு எல்லாருக்குமே நம்ம வீடை ரொம்ப அலங்கரிக்க பிடிக்கும். அந்த மாதிரி வீடை அலங்கரிக்கிற ப்ராடக்ட்ஸை தயார் பண்ற ஒரு உமன் ஆண்டர்பிரனர் கிட்ட தான் இந்த ஒரு இன்ட்ராக்ஷன் இருக்க போகுது. அவங்க பேர் கிரிஜா. வாங்க பேசலாம். வணக்கம் மேம், எப்படி இருக்கீங்க? சௌக்கியமா இருக்கு. இப்ப இந்த வீட்டுக்குள்ள வந்தப்பவே நிறைய ப்ராடக்ட்ஸ் நான் பார்த்தேன். 1-2 ப்ராடக்ட்ஸ் இல்ல, நிறைய ஐட்டம்ஸ் நான் பார்த்தேன். சோ நம்ம அதை வச்சே ஆரம்பிக்கலாம். என்னென்ன ப்ராடக்ட்ஸ் நீங்க தயாரிக்கிறீங்க? ഗംഭീരമായിട്ടുള്ളതൊന്നുമല്ല, കൊഞ്ചം കൊഞ്ചം ലീഷർ ടൈമില് ഒരു 20 years മുന്നാൾക്ക് തുടങ്ങിയത്. ഇപ്പോൾ യൂട്യൂബെല്ലാം അവൈലബിൾ ആക്കും. அப்படித்தான் ഞങ്ങൾ வைடாയി, வேர்ல்டு வைடாയി அந்த மாதிரி. என்னென்ன ப்ராடக்ட்ஸ் நீங்க பண்றீங்க? இன் டீடைல் சொல்ல முடியுமா எதெல்லாம் பண்றீங்கன்னு? ഫസ്റ്റ് ഓഫ് ഓൾ നെൽക്കതിർ, നെൽ പാഡി എന്ന് പറയും. പാഡി അതിലാണ് സ്റ്റാർട്ടിങ്. അത് നമുക്ക് കൃഷിയുണ്ട്, അതിൽ തന്നെ പ്രോസസ് ചെയ്യുന്ന സാധനങ്ങൾ എടുത്തിട്ടാണ്. நீங்களே விவசாயம் பண்றீங்க? எங்க பண்றீங்க? നമ്മുടെ ബാക്കിൽ തന്നെ വയലിരിക്കുന്നത്. ആ വയലിൽ നിന്ന് എടുത്ത് അത് കണ്ടിട്ട് അത് വെച്ച് തുടങ്ങിയതാണ്. സാമ്പിളായിട്ട് നമ്മുടെ വീടിക്ക് വേണ്ടി ഫസ്റ്റ് തുടങ്ങി. പിന്നെ ഓരോരുത്തർ കണ്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് വേണമെന്ന് சொன்ன அதுக்கு ശേഷം കൊഞ്ചം കൊഞ്ചം കൂട്ടി കൂട്ടി വന്ന് ഇപ്പോൾ അത് യൂട്യൂബ് വഴി വൈഡായപ്പോ വ്യാവസായിക അടിസ്ഥാനത്തിൽ ചെയ്തു കൊടുക്കുന്നു. നെൽക്കതിർ അതില്ലാതെ என்னென்ன பண்றீங்க? നെറ്റിപ്പട്ട ആനയ്ക്ക് വെക്കുന്ന, അത് ആനയ്ക്ക് വെക്കുന്ന മോഡലാണ്. പക്ഷെ ഇത് ഹൗസില് ഡെക്കറേറ്റീവ് ഐറ്റം ആയിട്ട് ചെയ്യുന്നു. ഇത് ചീപ്പ് കോസ്റ്റ് ആണ്. മറ്റേതാവുമ്പോ ഹൈ കോസ്റ്റ് ആണ്. ആന ഉപയോഗിക്കുന്നത് ഗോൾഡ് പ്ലേറ്റഡ് ആണ്. അപ്പോൾ അതൊക്കെ ലക്ഷങ്ങൾ വില വരും. ഇത് സിമ്പിളായിട്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ വെച്ച് നമ്മൾ മെറ്റീരിയൽ കളക്ട് ചെയ്ത് അത് വെച്ച് ചെയ്തു കൊടുക്കുന്നു. ഓരോരുത്തർക്കും എത്ര വലിപ്പം, എത്ര സൈസ്, അതൊക്കെ അനുസരിച്ചാണ് നമ്മൾ പണി കൊടുക്കുന്നത്. അതുപോലെ അതിൻ്റെ നെറ്റിപ്പട്ടത്തിന്റെ 2 സൈഡിൽ വെക്കണ ആലവട്ടം ഇത് ഇങ്ങനെ നൂല് വെച്ചിട്ടും ചെയ്യും. ഇത് മയിൽപീലി വെച്ച് ഇതിന്റെ മോഡലെല്ലാം ചെയ്തു കൊടുക്കും. ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോലെ, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേക്ക് ആണെങ്കിൽ, കുഞ്ഞുങ്ങളുടെ ആണെങ്കിൽ അങ്ങനെ 60th ബർത്ത്ഡേ, അതിന് വെഡിങ് ആനിവേഴ്സറി, അത് എന്താണോ ആവശ്യം அதுக்கு அனுசரிச்சு பண்ணி கொடுக்குறேன் கிஃப்ட். இது எல்லாமே நீங்க கையால தான் தயாரிக்கிறீங்க? எல்லாமே கை. இப்போ ஒவ்வொரு ப்ராடக்ட்டா நம்ம ஆரம்பிக்கல. இப்ப நெல் கதிர்னா அந்த process நீங்க சொல்லுங்க. ப்ராசஸ் ரொம்ப ஹெவியா இருக்குது. நெல்லாയത് കാരണം അത് കൊയ്ത്ത്, அதுக்கு ശേഷം 15 days അതിനെ വെയിലത്ത് കായ വെക്കും. തിരിച്ചും മറിച്ചും ഒക്കെ വെച്ച് കായ വെച്ച് അത് നന്നായി ഉണക്കി ഗോൾഡൻ ഷെയ്ഡ് വരും വരെ അതിനെ ഉണക്കി അതിന് ശേഷം അതിനെ ക്ലീൻ ചെയ്യും. ഓരോ എണ്ണം വണ്ണായിട്ട് എടുത്ത് ക്ലീൻ ചെയ്ത് അപ്പടിയാക്കും ഇത് ഈ നെൽ പ്രോഡക്റ്റ് എല്ലാം ചെയ്യുന്നത്. മറ്റേതെല്ലാം നമ്മൾ പ്രോഡക്റ്റുകൾ വാങ്ങി അപ്ലൈ ചെയ്യുന്നതാണ്. നെല്ലിക്ക് മാത്രം அது நெல் மட்டும் இப்ப பண்றதுக்கு எவ்வளவு நாள் ஆகும்? ஒரு நாள் கணக்கா இல்ல ஒரு மாசம், ஒரு மாசம் 2 மாசம் அந்த மாதிரி எல்லாம் ஆகுமா? മാസക്കണക്ക് എന്ന് പറഞ്ഞാൽ കൊയ്ത്ത് തുടങ്ങിയാൽ തന്നെ നല്ല സമയം എടുക്കും.
കൊയ്ത്ത് മുടിച്ച് அதுக்கு ശേഷം 10 days ഉണக்க വെച്ച് അത് ക്ലീൻ பண்ணி அதுக்கு எல்லாமே മാസങ്ങൾ എടുക്കും. എല്ലാം സെറ്റ് ചെയ്ത ശേഷം വേറെ ഇപ്പൊ ഇത് നീളത്തിൽ നമ്മള് മുടി പിന്നില്ലേ എന്ന പോലെ പിന്നിട്ടാണ് അത് ഉണ്ടാക്കുന്നത്. முடி கட்டுற மாதிரி ஆமா, கட்டி ஆமா. தான் பண்றது. yes. அப்போ கஸ்டமர்ஸ் உங்கள்கிட்ட கேட்கும் போது என்ன மாதிரி வேணும்னு கேட்பாங்க? എത്ര സൈസ് നമ്മൾ അതിന്റെ പിക്ചേഴ്സ് ഇട്ട് കൊടുക്കും. ഇത്ര രൂപ മുതൽ ഇത്ര രൂപ വരെ എന്നുള്ളത്. അപ്പൊ അതിന്റെ ഡിഫറെന്റ് ആയിട്ട് ചെറുത് മുതൽ വലുത് വരെ. അപ്പൊ ആ ഡിഫറൻസ് നോക്കിയിട്ടാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒരുപാട് മീഡിയം ടൈപ്പ് ഒക്കെ ആകുമ്പോ വീട്ടിലേക്ക് ഹൗസ് വാമിങ് അങ്ങനെ ഗിഫ്റ്റ് ഐറ്റം ഒക്കെ അത് പോകും. പിന്നെ റെസ്റ്റോറന്റ് ആണെങ്കിലും എല്ലാവരുടെയും ഇതൊരു ഐശ്വര്യത്തിന്റെ പ്രതീകമായിട്ടാണല്ലോ. നെല്ല് എന്ന് പറയുന്നത് ഐശ്വര്യമാണല്ലോ, മഹാലക്ഷ്മി ആയിട്ടാണ്. അങ്ങനെ എല്ലാം So, இது 20 வருஷம் முன்னாடி நீங்க ஸ்டார்ட் பண்ண பிசினஸ். சோ அப்படி எதனால இந்த பிசினஸ் ஸ்டார்ட் பண்ணணும்னு தோணுச்சு? കുട്ടികൾ കുളന്തകൾ സ്കൂളിൽ പോയാ പിന്നെ ഞാൻ തനിച്ചാവും. അപ്പോ തനിച്ച് ലോൺലിനെസ് ഒഴിവാക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. தனியா இருக்க கூடாதுன்னு பண்ண ஆரம்பிச்ச பிசினஸ் தான். ஓகே, அப்ப அந்த டைம்ல ஆரம்பிக்கும் போது இது எல்லாமே இருந்துச்சா இல்ல ஏதாச்சும் ஒரே ஒரு ப்ராடக்ட் வச்சு தான் ஆரம்பிச்சீங்க? அந்த டைம்ல നെൽക്കതിർ മാത്രമാണ് மட்டும் தான் இருந்துச்சு. മറ്റല്ല. அதுக்கு ശേഷമാണ് നെറ്റിപ്പട്ടം, ഇങ്ങനെ കഥകളി, இந்த മോഡൽ കഥകളി, இந்த திடம்பு இதெல்லாம் வந்து. அப்ப இந்த நெல் இப்படிதான் பண்ணணும், இந்த மாதிரி ஸ்டைல்ல தான் இருக்கணும்லாம் உங்களுக்கு எப்படி தெரிஞ்சது? അങ്ങനെ വന്നില്ല അപ്പോഴൊന്നും இந்த സ്റ്റൈൽ വന്നില്ല. കുറെ ചെയ്യുമ്പോ പഠിച്ച് നമ്മള് அந்த நிலையிലായി. இல்ல ஏன்னா இப்போ இது பண்ணணும்னா அத பத்தி தெரிஞ்சிருக்கணும் எப்படி പണ്ട് பண்ணணும். മുതലേ വീടുകളിലെല്ലാം ഇത് തറവാടുകളിലൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ എങ്ങനെയാണ് എന്നുള്ള അത് தெரியாது. எப்படி கத்துக்கிட்டீங்க? அப்ப 20 வருஷத்துக்கு முன்னாடி യൂട്യൂബ് ഒന്നും ഇല്ല. எதுவுமே ഇല്ല, access ഇല്ല. எதுவுமே இல்ல. அப்ப ഏതും. எப்படி கத்துக்கிட்டீங்க? എന്നാലും ഞാൻ തനിയെ ചെയ്തതാണ്. சப்போர்ட்டா யாராச்சும் ആരുമില്ല, இருந்தாங்களா? ആരുമില്ല. നമ്മള് ഗുരുവായൂർ ടെമ്പിളിലൊക്കെ പോകുമ്പോ ഇത് കാണും. അപ്പോഴേ ഒരു ആഗ്രഹമാണ് ഇതൊന്ന് ഉണ്ടാക്കണോ വെക്കണോ, അങ്ങനെ തുടങ്ങി നോക്കിയതാണ്. அப்ப எவ்வளவு நாள் ஆச்சு இது கத்துக்கிட்டு பண்றதுக்கு? അതൊരു 2 മാസം എടുത്തിട്ടുണ്ടാവും. കാരണം ഞാൻ ഒരിക്കൽ കെട്ടും, എന്നിട്ട് അത് ശരിയാവില്ല, അതിന് മുകളിലൊക്കെ നിൽക്കും, പിന്നെ അതിനെ അയക്കും, ഇനി അത് ചെയ്യും. அப்படி செய்താണ് இந்த நிலைமைக்கு வந்துச்சு. அப்ப உங்களுக்கு ஞாபகம் இருக்கா 20 வருஷத்துக்கு முன்னாடி ஃபர்ஸ்ட் ஆர்டர் எப்போ யார் வாங்குனாங்க உங்ககிட்ட இருந்து? வெளிய இருந்து ஃபர்ஸ்ட் ஆர்டர் யார் வாங்குனாங்க? ഫസ്റ്റ് ഓർഡർ മൈ ബ്രദർ. അവര് വന്ന് ആദ്യം മേടിച്ചു, ക്യാഷ് തന്നെ മേടിച്ചു. കാരണം എന്ന് പറഞ്ഞാ നീ അധ്വാനിച്ച് ചെയ്തതല്ലേ എന്ന് கஷ்டப்பட்டு பண்ணதனால காசு கொடுத்து நான் വാങ്ങ. இப்போ உங்க கூட யாரெல்லாம் கூட இருக்காங்க இது பண்றதுக்கு? இப்ப நீங்க தனியா தான் பண்றீங்களா இல்ல? ഞാൻ 5 സെർവൻസ് ഉണ്ട്. അവര് എല്ലാ ഹെൽപ്പും അവരുടെയാണ്, അവരുടെ അധ്വാനമാണ്. അപ്പൊ ഞാൻ ഒന്ന് നോക്കുക മാത്രം, പറഞ്ഞു കൊടുക്കുക എങ്ങനെ ചെയ്യണം, അതിനുള്ള കോച്ചിങ് മാത്രമേ. இப்ப கோச்சிங் மட்டும் தான் பண்ணிட்டு இருக்கீங்க. அப்ப எவ்வளவு நாள் வரைக்கும் நீங்க தனியா பண்ணிட்டு இருந்தீங்க? எவ்வளவு? ഇല്ല, അപ്പോഴും ഞാൻ ഒരു കുട്ടിയെ വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് இருந்துச்சு. ഓക്കേ ഓക്കേ. അപ്പോഴേ ഒരു കുട്ടി ഉണ്ടായിരുന്നു, അപ്പൊ ഒരാളെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ വേൾഡ് വൈഡ് ആയിട്ടൊന്നും പോവില്ല, ആരും അറിയൊന്നുമില്ല. അടുത്താരെങ്കിലും അറിയുന്നവര് ഓരോന്ന്, അങ്ങനെ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോഴും ഇത് എല്ലാം ക്ലീനിങ്ങും എല്ലാ പ്രോസസ്സും ഉണ്ടല്ലോ. അപ്പൊ ഒരാൾ എന്താണ് അതിന് എന്റെ ബോറടി മാറ്റാനാണ്. ஸ்டார்ட் பண்ணப்ப போர் அடிலாம் ഇപ്പൊ സമയമില്ല, ഒന്നിനും ടൈമില്ല. ஓகே, இப்ப நீங்க ஸ்டார்ட் பண்ணும்போது நம்ம அங்க இருந்து ஆரம்பிக்கணும். ஸ்டார்ட் பண்ணும்போது எவ்வளவு இன்வெஸ்ட் பண்ணி ஸ்டார்ட் பண்ணீங்க இந்த ஒரு பிசினஸ்? ഇതില് ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ കൃഷി, നമ്മുടെ പ്രോഡക്റ്റ്, ലേബർ കോസ്റ്റ് മാത്രമേ എനിക്ക് അപ്പോഴും വന്നിട്ടുള്ളൂ. പിന്നെ കൃഷി ഇറക്കുക, അതിനൊരു ചെലവ് വരും, അതൊക്കെ ഏട്ടനുള്ള അവർക്കുള്ളതാണ്, നമുക്കായിട്ടൊരു ഇൻവെസ്റ്റ്മെന്റ്. இப்போ எவ்வளோ இப்ப டர்ன் ஓவர் ஒன்னு கேட்கும் போது எவ்வளவு இருக்கு? இப்போ உங்க பிசினஸ் எந்த அளவுக்கு எக்ஸ்பாண்ட் ஆயிருக்கு? எவ்வளவு டர்ன் ஓவர் வருது உங்களுக்கு? അങ്ങനെ കാൽക്കുലേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. அப்ராக்சிமேட்லி இல்ல 20 வருஷத்துக்கு முன்னாடி ஆரம்பிக்கும் போது இருக்கிற ஒரு மணி வேல்யூ இல்ல இப்போ அது ரொம்பவே ஜாஸ்தியா இருக்கு. சோ அது சொல்லும் போது அதோட வேல்யூ ரொம்பவே இம்பார்ட்டண்டா இருக்கும். சோ அதனால தான் கேட்டேன். ഡെയിലി എനിക്കൊരു 10,000 റുപ്പീസ്, ഡെയിലി 10,000 റുപ്പീസ് വരുது. പക്ഷെ അതിൽ ചെലവും പെടും. വരുമാനം മാത്രമല്ല, ലാഭം മാത്രമല്ല. அந்த 10,000 ലാഭം നഷ്ടം എല്ലാമേ. നമ്മള് ഷോപ്പായിട്ട് ചെയ്യണമെങ്കിൽ ഒരിക്കലും ഇത് കിട്ടില്ല, അതില് ഒരുപാട് നഷ്ടം വരാനുണ്ട്. ഇതാവുമ്പോ വേണ്ടവർ മാത്രമേ നമ്മളെ കോണ്ടാക്ട് ചെയ്യുള്ളൂ.
ஷாப் ஆகும்போ ஒരിക്കലും അങ്ങനെയല്ല. அப்போ உங்களுக்கு இப்ப நீங்க வீட்லயே தான் இந்த இது தயாரிக்கிறது எல்லாமா இல்ல எல்லாம். ஷாப் இல்ல ഇല്ല ஷாப் போடுறதா ஏதாச்சும் பிளான் இருக்கா ഇരിക്ക്, പക്ഷെ അതിന് മുതൽ മുടക്ക് ഇല്ലേ. இன்வெஸ்ட் பண்றதுக்கு? അതെ. நெல் கதிரை பத்தி நம்ம பேசியாச்சு. ஆலவட்டம் பண்றதுக்கு இப்ப உங்களுக்கு எவ்வளவு நாள் ஆகும்? என்னென்ன ப்ராடக்ட்ஸ் யூஸ் பண்றீங்க? இப்ப அந்த முத்துலாம் இருக்குல்ல அதுல, So அத பத்தி எல்லாம் டீடைலா சொல்ல முடியுமா? ഇത് പീകോക്ക് ഫെദർ ആണ്, നാച്ചുറൽ ആണ്. നമ്മൾ ഇതെല്ലാം മേടിച്ചിട്ടാണ്, ഓൺലൈനിൽ തന്നെ എല്ലാം മേടിക്കാൻ കിട്ടും. അങ്ങനെ ഓൺലൈനിൽ മേടിക്കണം. ഇത് നെറ്റിപ്പട്ടത്തിന്റെ ഐറ്റംസ് ആണ്. அது என்ன அந்த முத்துக்கு ஏதாச்சும் பேர் இருக்கா வைக்கிறதுக்கு? മുത്തുക്ക് പേരൊന്നുമില്ല. ഇത് ഹാഫ് ബോൾ പറയും. ஓகே. ഒരു ബോളിന്റെ പാതി. இல்ல நம்ம half ball. கோவில் எல்லாம் பாப்போம்ல, கோயில் போகும்போது கீழே நம்ம ആ, தொட்டு ആ, எல்லாம் ആ. கும்பிடுவோம்ல, അതല്ല அது- അതല്ല അതല്ല അതല്ല. அதுக்கும் இதுக்கும் சம்பந்தம் இல்லையா? അല്ല ഇല്ല. ஓகே ഇതിക്ക് പേര് ചൂരപ്പടി പറയും. ஓகே. ഇത് നമ്മള് ഈ തിടമ്പേറ്റുന്ന ആന പറയും. അമ്പലത്തിൽ തിടമ്പ, യാനെ തിടമ്പ, ആ. അവർക്ക് വെക്കുന്നതാണ് ചൂരപ്പടി. പിന്നെ ഒന്നുണ്ട്, അത് നാഗപടം പറയും. ഉം. നാഗപടം അത് സാധാ ആനകൾക്കും, ഇത് ചൂരപ്പടി തിടമ്പേറ്റുന്ന ആനകൾക്കും. അപ്പൊ നമ്മൾ ഏതാണോ ചെയ്തു കൊടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഇത് വെക്കുക. നെറ്റിപ്പട്ടത്തിൽ ഏതാണോ നാഗപടം ആണെങ്കിൽ ആ നാഗപടം വെച്ചിട്ട് ഇവിടെ ചെയ്യും. അത്രേ ഇതിൽ മാറ്റുള്ളൂ. പിന്നെ നമ്മളുടെ ഒരു ഇഷ്ടം, അല്ലാതെ കസ്റ്റമൈസ്ഡ് ആണോ ചോദിച്ചാൽ അവര് പറഞ്ഞാൽ അതുപോലെ ചെയ്യും. അതല്ലാത്ത നമ്മുടെ സ്വന്തം ഇഷ്ടത്തിക്ക് ചെയ്തു വെക്കും. നമ്മള് ഫോട്ടോ ഇട്ട് കൊടുക്കുന്നു. அப்ப கஸ்டமர்ஸ் என்ன மாதிரி கேட்டிருக்காங்களா? கேட்டு- எனக்கு ஆமா. இந்த மாதிரி வேணும் വേണം கேட்டிருக்காங்களா? കേട്ടിരിക്കുന്നത്. டிஃபரெண்டா எனக்கு இப்படி வேணும்ங்கறத ஏதாச்சும் கேட்ட ஏதாச்சும் கஸ்டமர்ஸ் இருக்காங்களா? ഇത് ചിലര് അതന്നെ ഇതുപോലെ അവർക്ക് ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇത് പീലി മാത്രം വെച്ചിട്ട് റൗണ്ട് വിട്ടിട്ട് വേണം പറയും. 10 പീസ് 20 പീസ്. അപ്പൊ അവർക്ക് ഇങ്ങനെ ബർത്ത്ഡേ പാർട്ടി, അങ്ങനെ ഈവന്റ് മാനേജ്മെന്റുകാർക്ക് എന്തിനെങ്കിലും സ്റ്റേജ് ഡെക്കറേഷൻ അതിനൊക്കെ ആവുമ്പോ നമ്മൾ ഈ പീലി മാത്രം വെച്ച് ഒരു ലെയർ മുത്ത് വേണമെങ്കിൽ വെച്ച് കൊടുക്കും. അത് അവരുടെ ഇഷ്ടം. ചിലവർ അത് ലേസ് ആക്കും. ചുരിദാറിലൊക്കെ വെക്കുന്ന ലേസ്, ആ മോഡൽ ലേസ് വെച്ച്. അപ്പൊ അതെല്ലാം അവരുടെ ഇഷ്ടം. നമ്മൾ എന്ത് പറയുന്നോ അത് ഓക്കെയാണ്. அவங்க சொல்ற மாதிரி நம்ம பண்ணி கொடுப்போம். இப்ப நீங்க பண்ணது ஏதாச்சும் இதுல இருக்கா? நீங்க ഇത് கையால பண்ணது? ഇതെല്ലാം ഞങ്ങൾ തന്നെയാ. ஓகே. கணபதி ഗണപതി, கணபதி சரஸ்வதி பார்த்தேன். ஆ. அதுக்கப்புறம் வேற என்னென்ன இருக்கு? ഗുരുവായൂരപ്പൻ ഇരിക്ക്, മുരുകൻ ഇരിക്ക്, തിരുപ്പതി, വെങ്കടാചലപതി, எல்லாரும் എല്ലാം ആരെ വേണമെന്ന് சொன்னா வெச்சு கொடுப்போம். വെച്ചു കൊടുക്കും. இது நான் பார்த்தேன். இது டிஃபரெண்டா. இது என்னன்னு சொல்ல முடியுமா? ഇത് പ്രഭാവലയം. பிரபாவலைன்னா நம்ம கிருஷ்ணர் பேக்ல കൃഷ്ണ വിഗ്രഹത്തേക്ക് വെളിച്ചം അതെ. കൃഷ്ണനാണെങ്കിലും മുരുകന് ആ വിഗ്രഹത്തിക്ക് പിന്നാടി പ്രഭാവല ഇങ്ങനെ വെക്കുന്ന അത് ഓരോരുത്തര് അവര് നമ്മളോട് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. നമ്മളുടെ ഐഡിയ അല്ല, അവരിങ്ങോട്ട് ഐഡിയ പറഞ്ഞുതരും. இப்ப நெல் கதிர்லயே இந்த மாதிரி இல்லாம வேற ஏதாச்சும் பண்றது, இப்ப போட்டோ வைக்கிற மாதிரி அந்த மாதிரி ஏதாச்சும் இருக்கா இல்ல இந்த மாதிரி தானா? ഇത് ഫോട്ടോ നമുക്കിപ്പോ ഇന്റീരിയർ ചെയ്ത വീടുകളില് ഇതിങ്ങനെ തൂക്ക முடியாது. அந்த மாதிரி உள்ளவർക്ക് ഇത് വാൾ ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കും. இதெல்லாம் இப்ப எப்படி அது பண்றீங்க? அந்த ஷேப் அதெல்லாம் இதோட ப்ராசஸ் சொல்ல முடியுமா? ഇത് നെയ്ലോൺ വെച്ച് കെട്ടി ഡബിളായി കെട്ടി அந்த மாதிரி ചെയ്തിട്ടാണ് ഇത്. ഇത് നല്ല ரொம்ப കഷ്ടം. இது இப்ப இதுக்கே 2-3 மாசம் ஆகும்னா இதுக்கெல்லாம் எவ்வளவு? അങ്ങനെ ഇത് ഒരെണ്ണം ചെയ്യാൻ ഇതൊന്ന് പണ്ടർക്ക് ഒരു 1 hour ടൈം എടുക്കും. இதோட பேர் என்ன? இதுக்கு என்ன பேரு? லோலாக். ஓ, நம்ம காதுல கம்மல் லோலாக் மாதிரி. இது மாதிரி இல்லாம வேற ஏதாச்சும் இருக்கா அந்த வால் ஹேங்கிங்ல பண்றது? ഇത് പൂത്താലി, നമ്മുടെ தாலி. നമ്മുടെ താലി മോഡൽ. അഴകായിരിക്കും. அழகா இந்த மாதிரி பண்ணலாம்னு எங்க இருந்து ஐடியா கிடைச்சது? അതൊരു മിറാക്കിളാണ് ഇതെല്ലാം. സത്യം എന്താ അറിയോ, ഇതൊക്കെ ചെയ്യണമെന്ന് തോന്നുമ്പോ ഞാൻ വരച്ച് ഉണ്ടാക്കി ചെയ്തതാണ്. அப்ப இந்த 20 வருஷத்துக்கு முன்னாடி இருக்கா? ഇത് இருக்குது. அப்ப அதுல இருந்தே ஸ்டார்ட் பண்ணது. எங்க இருந்து இந்த தாலி மாதிரி நம்ம பண்ணலாம் இல்ல லோலாக் மாதிரி பண்ணலாம்னு ஐடியா? അങ്ങനെ തോന്നി. ഓരോന്നും ഈ നെറ്റിപ്പട്ടം പോലും ഞാൻ പഠിക്കാൻ പോയിട്ടില്ല. പഠിക്കാൻ പോകാതെ ഞാൻ ഈ നോട്ടീസ് ഒക്കെ വരുമല്ലോ, അതില് കണ്ടിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാൻ തുടങ്ങിയത്. இது பண்றதுக்கு எப்ப எவ்வளவு நாள் ஆகும்? ഇത് ചെയ്യാൻ തുടങ്ങി കൈവിടാൻ പറ്റില്ല.
ഫിനിഷ് ചെയ്തിട്ട് കൈവിടാൻ പറ്റും. അതാണ് ഇതിലെ ഏറ്റവും വലിയ കൈവിട്ട് പോയാൽ അത് ഈ ഇവിടുത്തെ ഇത് മാറിപ്പോകും. ഉതിരില്ല, വലിപ്പം ഡിഫറെന്റ് ആവും, ബൾജായി വരും. അപ്പൊ ഒറ്റ ടേക്കിന് നമ്മൾ ഒരു ഷോട്ടില് ചെയ്തെടുക്കാൻ പറയുമ്പോൾ ഒറ്റ ടേക്കില് ചെയ്യணுണ്ട്. இதுக்கு ஒரு 2 hours 3 hours கண்டினியூஸா உட்கார்ந்து பண்ண வேண்டியதா இருக்கும்ல. இப்போ எனக்கு இருக்கிற ஒரு மெயின்லி எல்லாருக்கும் இருக்கிற ஒரு டவுட்டா தான் இருக்கும். நெல்லுன்னு சொல்லும்போது எப்படி உதிர்ந்து போகும்ல. அப்ப இது அந்த மாதிரி உதிருமா இல்ல உதிர்ந்தாலும் எவ்வளவு நாள் வரைக்கும் அது ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ 20 years പഴക്കമുള്ളതുണ്ട്. താഴത്ത് കിട്ടിയത് അപ്പൊ നമ്മളിവിടെ താമസത്തിന് വരുമ്പോ കിട്ടിയതാണ്. ഒന്നും ആവില്ല, ഒരു കളർ മാത്രം പൊടി ഡസ്റ്റ് കയറിയ അങ്ങനെ ഒരു ഷെയ്ഡ് പോകും, അല്ലാതെ ഒന്നും ഉതിർന്നു പോവില്ല. എന്തെങ്കിലും തട്ട് പക്ഷികള് ബേർഡ്സ് എന്തെങ്കിലും വന്ന് കഴിക്കുക അങ്ങനെ അല്ലാതെ വേറെ ഒന്നും സംഭവിക്കില്ല. അത്രയും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ വെയിലും മഞ്ഞും ആകുമ്പോൾ അത് നന്നായി ഉണങ്ങി പിടിക്കുകയാണ്. പിന്നെ ഇങ്ങനെ നമ്മൾ ട്രാൻസ്പോർട്ടില് അയക്കുമ്പോ മാത്രം ചെറുതായിട്ടൊന്നും ഉതിരും. എങ്ങനെ நீங்க இத எக்ஸ்போர்ட் பண்றீங்க? കേരള மட்டுமா இல்ல അല്ല, ഓൾ ഇന്ത്യ ബേസ്. പിന്നെ യുഎസിലേക്കൊക്കെ. പക്ഷെ ഇവിടുന്ന് കേരളയില് ഷിപ്പിംഗ് ചാർജ് ரொம்ப ജാസ്തി. അപ്പൊ നമ്മള് തമിഴ്നാട് എവിടേക്കെങ്കിലും അവരുടെ നേറ്റീവ് പ്ലേസ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് കൊടുത്തിട്ട് അവരെ കൊണ്ടുവരും. இப்ப யுஎஸ் அனுப்புறீங்க, யூரோப் அனுப்புறீங்க, இந்தியா ஃபுல்லா அனுப்புறீங்க. சோ ஒரு அளவுக்கு இப்ப எவ்வளவு ஒரு நாளைக்கு உங்களுக்கு எவ்வளவு கஸ்டமர்ஸ் வருவாங்க? അങ്ങനെയല്ല, അത് ചില ടൈം പോലെ ഇരിക്കും. அப்ப இதுக்கு சீசன் ஏதாச்சும் இருக்கா? ஏன்னா இப்ப இது வெயில தான் வைக்கணும்னா ரெய்னி சீசன் வரும்போது അതെ என்ன பண்ணுவீங்க? അത് നമ്മൾ കവറിട്ട് കെട്ടി വെക്കും. തണുപ്പടിച്ചാ ഫെയ്ഡ് ആവും, കളർ ഫെയ്ഡ് ആവും. അത് തണുപ്പ് തട്ടാൻ പാടില്ല. நம்ம வெயில்ல உணக்கணும்ல, உணக்கிட்டு தானே நம்ம பண்ணுவோம். அப்ப அது அந்த நம்ம இப்ப கேரளால எல்லாம் ஜூன் ஜூலை டைம்ல எல்லாம் மழையா இருக்கும். அப்ப அந்த டைம்ல இந்த பிசினஸ் நடக்காதா? எப்படி இருக்கும்? നടക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് ചെയ്യും. മാർച്ച് ഏപ്രിലിൽ നടന്ന കൊയ്ത്തുനിന്ന് ഇപ്പൊ ഫുള്ളായി എടുത്തു വെക്കും. അതാണ് ഇപ്പൊ ചെയ്തോണ്ടേയിരിക്കുന്നത്. അപ്പവേ എല്ലാം വെയിലിൽ ഉണക്കി മഴ തട്ടാതെ കവർ ചെയ്ത് പ്ലാസ്റ്റിക് കവറൊക്കെ ഇട്ട് ടാർപ്പായൊക്കെ ഇട്ട് കറക്റ്റായി എടുത്ത് വെക്കുക. അതിനൊന്നും സംഭവിക്കില്ല. മറ്റേത് കൊയ്ത വഴിക്ക് നമ്മൾ എടുത്തു വെച്ചാൽ പിറ്റേ ദിവസത്തേക്ക് അത് മുഴുവൻ ഉതിർന്ന് വീടും. ഇത് നമ്മൾ അത്രയും ട്രീറ്റ്മെന്റ് കൊടുത്ത കാരണം ഒന്നുമേ ഉതിരാது. പിന്നെ അതെടുത്ത് നമ്മൾ പണിയണം, கொடுக்கணும். அதே மாதிரி வேற எல்லாருக்கும் கேட்கணும்னு இருக்கிறது ரேட். என்ன ரேட் ஆகும்? நம்ம நீங்க சொல்றீங்க இங்கேயே விவசாயம் பண்ணிட்டு தான் பண்றீங்கும் போது நெல்லுக்குலாம் அதுக்கு எவ்வளவு வேல்யூ இருக்குன்னு நமக்கு தெரியும். ஸோ ஸ்டார்டிங் ரேட் எதுல இருந்து ஸ்டார்ட் ஆகுது? ஹை பிரைஸ் வரைக்கும் எத்தனை வரைக்கும் பிரைஸ் போகுது? 500 rupees മുതൽ സ്റ്റാർട്ടിങ്. അത് കഴിഞ്ഞ് 15,000 ഹൈ റേറ്റ്. പക്ഷെ അതിലിപ്പോ ഇല്ല, അതൊക്കെ പോയി. ഞാൻ ഉണ്ടാക്കി വെച്ചിരുന്നു, ഡിസൈൻ ഒക്കെ ചെയ്ത് നിലവിളക്കൊക്കെ കൊടുത്ത്. അങ്ങനെ ഇതില് നിലവിളക്കൊക്കെ ഉള്ള ആ ഒരു നെൽക്കതിരില് അങ്ങനെ ഡിസൈൻ ഒക്കെ പണി കൊടുക്കും. കസ്റ്റമൈസ്ഡ് ആണ്. എന്റെ ഫോട്ടോസ് ഉണ്ട്. അപ്പൊ കൊടുത്തു പറഞ്ഞാൽ അവരത് വേണമെന്ന് പറഞ്ഞാൽ അത് മാത്രമേ ചെയ്യുള്ളൂ. നമുക്ക് എടുത്തു വെക്കാനും എല്ലാത്തിനും അത് കഷ്ടമാണ്. അപ്പൊ ഇത് 500ல இருந்து ஸ்டார்ட் ஆகுது. அப்ப இந்த ஆலவட்டம் அந்த லோலாக்கு அதெல்லாம் என்ன ரேட்ல ஸ்டார்ட் ஆகுது? നിങ്ങൾക്ക് അത് നോക്കും എന്ത് റേറ്റ് വരും അതിന്റെ. അല്ല, നമ്മളിപ്പോ ഒരു സാധനം കണ്ടാ ഇത്ര രൂപ കൊടുക്കുക. ഇത് തേക്ക് വുഡാണ്. நெல்லுக்கு மட்டும் தான் ரேட் இல்ல ഫ്രെയിമോട് കൂടി இருக்குமா? 3000 5000 എന്ന് പറഞ്ഞാ ഇതിന് മാത്രം 2500 വരും. അതൊക്കെ ഫ്രെയിമും കൂടി ആവുമ്പോ 5000 വരും. ഇതിന് ഒരു കൊഞ്ചം ചെറുതുണ്ട്, അത് 4000 വരും. ഞാൻ സാധാ റേറ്റ് പറയില്ല, അതറിയോ? അത് പറയാൻ പാടില്ല. കാരണം എന്ന് പറയും. കാരണം നമ്മൾ അത്രയും പണിയെടുക്കുന്നുണ്ട്. அதுதான் இப்ப சொல்லும் போது அவங்க இவ்வளவு நம்ம ப்ராசஸ் பண்ணி வேலை பண்ணி தான் இந்த ஒரு ரிசல்ட் வருது. சோ அது கேட்கணும்னு நினைச்சு இவ்வளவு ப்ராசஸ் பண்ணி ஒரு இவ்வளவு நாள் அது நம்ம ஸ்டோர் பண்ணி வச்சு அந்த ரிசல்ட் வந்ததுக்கு அப்புறம் அது வீணா போயிருக்கா? எங்கேயாச்சும் யூஸ் பண்ண முடியாம கொடுக்க முடியாம போயிருக்கா? அந்த மாதிரி ഇത് കേടുവരില്ലല്ലോ. ഇനി എന്നും കേടുവരില്ല. എത്ര നാളിരുന്നാലും അത് സേഫ് ആയിരിക്കും. അതും കൊറേ നമ്മളിങ്ങനെ ഉണ്ടാക്കി വെക്കും. പിന്നെ കൊറേ പേര് ഇവിടെ വന്നും മേടിക്കും. അപ്പൊ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അവരെടുക്കും, വീട്ടിലേ വന്ന് പാത്തിട്ട്
ഓക്കെ മാർജിൻ ഫ്രീ മാർക്കറ്റ് വീടുதான் മാർജിൻ ഫ്രീ മാർക്കറ്റ്. ഒരു ഷോപ്പ് തുടങ്ങിടുന്നുണ്ട്, പക്ഷെ ഫിനാൻസ് நெக்ஸ்ட் இம்பார்ட்டன்ட் மெயின் ஐட்டம் நான் வீட்ல வரும்போது ஃபுல்லா நோட்டீஸ் பண்ணது ஃபுல்லா நான் சின்ன சைஸ்ல இருந்து பெரிய சைஸ் வரைக்கும் இருக்கு. சோ இத பத்தி சொல்லுங்க, எப்படி பண்றீங்க? ഇത് ദേവലോകം എന്നാണ് ഇതിന് ഫുള്ള പറയാ. ഇത് ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ 3 പേരും ഇതിലുണ്ട്. ലക്ഷ്മി പാർവതി സരസ്വതി. ഇത് 5 ഇവിടെ ഇങ്ങനെ 8 വരും. ഇത് ചെറുതായ കാരണം അല്ലെങ്കിൽ 8 രണ്ട് സൈഡിലും 9 വരും. അത് 8 അഷ്ടവസുക്കൾ. ഇത് നവഗ്രഹങ്ങൾ. ഇത് വിഷ്ണു മഹേശ്വരന്റെ ചന്ദ്രകല. ഇത് ഗണപതി. இவ்ளோ விஷயங்கள் இருக்கு. അങ്ങനെ ഇത് മൊത്തം ഒരു ദേവലോകമാണ്. അപ്പൊ നമ്മളിത് വെക്കുമ്പോ തന്നെ ഒരു ഐശ്വര്യം വീട്ടിലേക്ക് അഴകുമാണ്, ഐശ്വര്യമാണ്. ഇപ്പൊ നിങ്ങക്ക് വീട്ടിൽ കയറി വന്നപ്പോ എന്ത് തോന്നുന്നു? എല്ലാവർക്കും വന്ന തോന്നുന്നു, നല്ല എന്തോ ഒരു പോസിറ്റീവ് തോന്നുന്നു. അതന്നെയാണ് ഞങ്ങളുടെ ഒരു പോസിറ്റീവ്. வாங்குறவங்களுக்கு இந்த மாதிரி ஐட்டம்ஸ் வாங்குறவங்களுக்கு இந்த தெரியுமா, இந்த பஞ்சலோகம் அந்த எல்லாமே இன் டீடைல், இது விஷ்ணு இது லக்ஷ்மி എല്ലാം தெரியுமா അവங்களுக்கு? അറിയില്ല എങ്ങനെയാണെന്ന്. ഞാൻ പറഞ്ഞു കൊടുക്കും, ചോദിക്കുന്നവർക്കെല്ലാം ഇങ്ങനെയൊക്കെയാണ് ഇതില്. അപ്പൊ നമ്മള് വെറുതെ ഒരു അലങ്കാരം മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മുടെ അവിടെ എല്ലാം ഉണ്ട്, എല്ലാവരും ഉണ്ട്. ഇപ്പൊ ദൈവങ്ങളെ ആൾക്കാര് ഇങ്ങനെ പൂജാമുറിയിൽ വെച്ച് കൂട്ടുന്നു. ഞാൻ ഒരിക്കലും പൂജാമുറി അടച്ചിറിയില്ല. കാരണം എന്റെ കൂടെ എപ്പോഴും ഭഗവാൻ ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ ഇത് എവിടെയൊക്കെ ഇരിക്കണോ അവിടെയൊക്കെ ഇവരെല്ലാവരും ഉണ്ട്. നമ്മൾ എവിടേക്ക് നോക്കിയാലും ദൈവങ്ങളെ കാണാം, എല്ലാവരുടെയും. ഇത് പண்றதுக்கு എவ்வளவு നാൾ ആകും? ഇത് കയ്യാല ഓരോ മുത്തും ഒട്ടിച്ച് അങ്ങനെ തന്നെയാണ് ഇതെല്ലാം. சொல்ல முடியுமா? ഇത് നമ്മള് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിക്കും പ്രോഡക്റ്റ്, അല്ലെങ്കിൽ പാലക്കാടിന് കിട്ടാറുണ്ട്. അവിടുന്ന് മേടിച്ച ശേഷം ഇതെല്ലാം കട്ട് ചെയ്തെടുക്കണം. ഈ മുത്തൊക്കെ ഒരു ഫ്രെയിമിലായിട്ടാണ് വരിക. അപ്പൊ അതിനെ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ടാണ് ഫിക്സ് ചെയ്യുന്നത്. എല്ലാം ഓരോ സിംഗിൾ പീസാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഒരു 4 days 5 days. പിന്നെ ഈ ത്രെഡ് വർക്ക് പറഞ്ഞാൽ അതും നല്ല പണിയുള്ളതാണ്. ഇതില് ത്രെഡ് ഇങ്ങനെ വരുന്നു, വേറെ ഇതിലാകുമ്പോ മയിൽപ്പീലി വെച്ചിട്ട്, അതാണെങ്കിലും ഒരു ലെയർ അടി കൊടുത്തിട്ട് പിന്നെ മുകളിലാണ് ഈ കണ്ണ് വെക്കുക. അല്ല, ഈ മയിൽപ്പീലി വെക്കുമ്പോ ആദ്യം അടിയിൽ ഒരു ലെയർ പീലി മാത്രം വെക്കും കട്ട് ചെയ്തിട്ട്, അതിന്റെ മീതാണ് ഇത് വെക്കുക. അപ്പൊ നല്ല തിക്നെസ് കിട്ടാൻ. அப்ப இது பண்ணும்போது இதுக்கு ஏதாச்சும் மெஷர்மெண்ட்ஸ்லாம் இருக்கா? இந்த மெஷர்மெண்ட்ஸ்ல தான் பண்ணனும். 2 അടി 2.5 അടി 3 അടി 3.5 അടി 1.5 അടി മുതൽ സ്റ്റാർട്ടിങ് ഉണ്ട്. இதெல்லாம் நீங்க பண்ணும்போது இப்ப 20 வருஷத்துக்கு முன்னாடி பண்ணும்போது நீங்க எப்படி எங்க இருந்து கத்துக்கிட்டீங்க? யாரு சொல்லி கொடுத்தா? ആരും ചൊല്ലിക്കൊടുക്കലേ. പിന്നെ നമ്മൾ ഈ ബുക്കിൽ വരും, ഏതോ ഒരു ബുക്കിൽ ഇതിനെ പറ്റി ഇതിന്റെ എല്ലാം പേര് സഹിതം വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് പഠിച്ചു തന്നെ. ഇതൊക്കെയാണ് ഇതിലുള്ളത്. ഞാൻ സത്യത്തിൽ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് ചെയ്തതല്ല, ഒരു അലങ്കാരത്തിന് വേണ്ടി ചെയ്തു. പിന്നെയാണ് ഇതിൽ ഇന്നവരൊക്കെ ഉണ്ട്, ഇതൊക്കെയാണ് ഇതിന്റെ ഐതിഹ്യം എന്നുള്ള കാര്യം ബുക്കിലൂടെ அழகா இருக்கணும்னு பண்ணதுக்கு அப்புறம் தான் இவ்ளோ விஷயங்கள் அதுல இருக்குன்னு தெரியும். அது யாராச்சும் சொல்லி கொடுத்ததா இல்ல படிச்சீங்க? അല്ല, ബുക്കിലൂടെ പഠിച്ചത് തന്നെയാണ്. யாரும் சொல்லி கொடுக்கல. ഇപ്പോഴാകുമ്പോ നിറയെ മീഡിയാസ് ഉണ്ട്, അതിലെല്ലാം നോക്കിയാ കാണാം. அந்த காலத்து അതൊന്നുമേ ഇല്ല. அப்போ இந்த பிசினஸ் இப்ப வேற இத பார்த்து இன்ஸ்பயர் ஆகி யாராச்சும் ஆரம்பிச்சிருக்காங்களா? നിറയെ പേരുണ്ട്. ഞങ്ങളുടെ കൂടെ ഇതില് ചെയ്യാൻ വന്ന കുട്ടി തന്നെ അവള് വീട്ടില് ചെയ്യണം പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങള് മോട്ടിവേഷൻ കൊടുക്കാറുമുണ്ട്. അവർക്ക് 10 രൂപ ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അത് നല്ലതാണ്. அப்ப அவங்களுக்கு நீங்களே சொல்லி கொடுத்தீங்க എല്ലാം എങ്ങനെ ചെയ്യണം എല്ലാം പറഞ്ഞു കൊടുക്കും. அப்ப வெளியே இருந்து இப்ப வரவங்களுக்கு, இப்ப என்ன மாதிரி ஒருத்தவங்களுக்கு வந்து இது கத்துக்கணும்னா அவங்க எங்க இருந்து கத்துப்பாங்க? அவங்களுக்கு எங்க இருந்து? இப்ப யூடியூப் இல்லாம എല്ലാം ഉണ്ട്. യൂട്യൂബിലെല്ലാം ഇത് എങ്ങനെ ഉണ്ടാക്കണം, എവിടുന്ന് വാങ്ങണം, എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്. அது இல்லாம இது இப்போ பாரம்பரியமா பண்ணிட்டு வரவங்க இருப்பாங்கல்ல, இந்த நெல் கதிர்லாம்
எனக்கு தெரிஞ்ச வரைக்கும் பாரம்பரியமா நிறைய பேர் பண்ணுவாங்க. சோ அந்த மாதிரி இங்க പാലക്കാടിലെയോ തൃശ്ശൂരിലെയോ അങ്ങ് யாராச்சும் இருக்காங்களா? ഉണ്ടാകും. അന്ന് ആർക്കും ഇങ്ങനെ ഫേമസ് ആയി വരാൻ ബുദ്ധിമുട്ടാണ്. കാരണം അതിനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്, കാലങ്ങൾ പഴകണം. മറ്റേത് ഒന്നോ രണ്ടെണ്ണോ എന്ന് പറഞ്ഞാൽ ഇത് സ്റ്റോക്ക് ചെയ്യാൻ നല്ല പാടാണ്. എലി, അണ്ണ, കിളികള്, அந்த மாதிரி എല്ലാവരുടെയും പ്രശ്നങ്ങളിരിക്കും. പിന്നെ പാടത്ത് കൊയ്ത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പന്നി, അവര് അതെല്ലാം ഭയങ്കര. പിന്നെ പണിക്കാര്, ലേബേഴ്സ്, കൊയ്തെടുക്കാൻ ലേബേഴ്സ് വേണം. അതുപോലും ഇന്ന് കിട്ടാനില്ല. ഒക്കെ മെഷീൻ വർക്കാണല്ലോ. അപ്പൊ നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്തിട്ടാണ്, എവിടെ ഇല്ലാത്തൊരു കൂലി കൊടുത്തിട്ടാണ് ഇത് ചെയ്യിക്കുന്നത്. കൊയ്ത്തിന് നല്ല ഒരു മുതൽ മുടക്ക് നമ്മൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം ആരും ചെയ്യാനില്ല, പണിക്ക് ഇറങ്ങാൻ ആരും തയ്യാറല്ല. അതൊക്കെ കൊണ്ട് ആരും ഈ പണിക്ക് വരില്ല. അതെ, ഇത് ഇപ്പൊ ചെയ്യണമെന്ന് വിചാരിച്ചാലും ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വെക്കുക വേണ്ടോ. ഇന്നത്തെ ന്യൂ ജനറേഷൻ ചെയ്യും, ഇതൊന്നും വരില്ല. നെൽക്കതിലേക്ക് വരില്ല. அது ப்ராசஸ் பண்ணி எடுக்கிறதுக்கே நிறைய ரொம்ப கஷ்டம். ஓகே, இந்த ப்ராடக்ட்ஸ்லாம் எல்லாமே இன்னும் இருக்கா? இன்னும் என்னென்ன பண்றீங்க? இது திடம்பு தானே? അത് திடம்ப பத்தி തിടമ്പ് ക്ഷേത്രത്തിനകത്തുനിന്ന്, കോവിലിനകത്തുനിന്ന് നമ്മള് വിഗ്രഹം പുറത്ത്, ശീവേലിക്ക് ആനപ്പുറത്ത് കെട്ടുന്ന അന്ത മോഡൽ, അതിന്റെ മിനിയേച്ചർ ടൈപ്പ്. இதுல எப்படி குருவாயூரப்பன் அவர் மட்டும் தான் இருப்பாரா? അല്ല, ഇതിലും എല്ലാം വെക്കും. മുരുകൻ വേണം പറഞ്ഞാൽ മുരുകനെ കൊടുക്കും. തിരുപ്പതി, അങ്ങനെ ഏത് വേണോ, അയ്യപ്പൻ വേണോ അയ്യപ്പൻ. இந்த பிசினஸ் ஆரம்பிக்கும் போது மெயின் மோட்டிவ் என்னவா இருந்துச்சு? பாசிட்டிவா இருக்கணும் எல்லாரும் வீடு பார்த்தாலும், அது அந்த ஒரு மைண்ட் செட்டா? സിമ്പിളാ കഥകളി. ഇത് സിമ്പിൾ റേറ്റിന് സിമ്പിളായി വെക്കാൻ പറ്റിയ ഒരു. മറ്റേത് കഥകളി പറയുമ്പോ നല്ല പ്രൈസ് വരും. കേട്ടിട്ടുണ്ട്, വുഡിൽ ചെയ്യുന്ന പോലത്തെ, അതൊക്കെ നല്ല കോസ്റ്റില്. ഇത് അങ്ങനെയല്ല, സിമ്പിളാ. ஸ்டார்டிங் ரேட் எவ்வளவு? ഇത് 250 rupees. நல்ல ഭംഗിയില്ല, அழகா இருக்கு, எல்லாமே அழகா இருக்கு பாக்க. இப்போ இந்த வீடு அலங்கரிக்கிற ப்ராடக்ட்ஸ் மட்டும் இல்லாம கீழே நான் சாரி வரையறது அதோடதெல்லாம் நான் பார்த்தேன். ஸோ சாரீஸ் நீங்க பண்றீங்க, எப்பத்துல இருந்து ஆரம்பிச்சீங்க, அதை பத்தி சொல்லுங்க.